ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്ന്, ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യം, അതിവേഗം വികസനത്തിന്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഖത്തർ. ഏഷ്യൻ ഗെയിംസും വരാനിരിക്കുന്ന 2022 ലോകകപ്പ് ഫുട്ബോളും എല്ലാം കൊണ്ടും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥലമാണ് ഖത്തർ. ഇവിടെ എത്തിയ നേരോടെ മാവേലി യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. ചെണ്ടമേളത്തിന്റെയും നാടൻ കലകളുടെയും അകമ്പടിയോടെയാണ് മാവേലി യാത്രയ്ക്ക് ദോഹയിൽ സ്വീകരണം നൽകിയത്. ICC, മേളം ദോഹ, ക്യൂ മലയാളം എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നൃത്തങ്ങളും ഗാനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. ഗൾഫിലുള്ളവർക്ക് ഓണം ഒരുപാട് ഓർമ്മകളാണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും കാലങ്ങളായി വിദേശത്ത് താമസിക്കുന്നവർക്ക് ഇത്തരം യാത്രകളും ഉത്സവങ്ങളും അവരെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ദോഹയിൽ താമസിക്കുന്ന സാഹിത്യകാരി മാധവിക്കുട്ടി പറയുന്നു. ഓണസങ്കല്പം എന്റെ സ്വപ്നവും പ്രതീക്ഷയും ആകാംക്ഷയും ജീവിതവും എല്ലാം കൂടി ചേർന്ന ഒന്നാണെന്ന് പറയാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ട് കാലത്തെ കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്ന് പോകുന്നതിന്റെ ദുഃഖം എന്നും മനസ്സിൽ വരുന്നവരായിരുന്നു എന്റെ കുടുംബത്തിലും, പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കും. കാരണം മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും പിന്നെ സമൃദ്ധിയും എല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എന്ന സങ്കല്പം മനസ്സിലേക്ക് നിറച്ചു കൊണ്ടുവരുന്നത് ഒരു ഐശ്വര്യവും സമൃദ്ധിയും സ്നേഹവും സന്തോഷവും ഒക്കെ തന്നെയാണ്. അത് ലോകത്ത് എവിടെയായിരുന്നാലും മനുഷ്യരുടെ മനസ്സിൽ എന്നും ഓണം ഉണ്ടായിരിക്കട്ടെ എന്നതാണ് എന്റെ ആഗ്രഹം. നാട്ടിലെ ഓണം മിക്കവാറും കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ കുടുംബങ്ങളിലെ ഒത്തൊരുമയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് ഓണം മാറാറുണ്ട്. ഇന്നത്തെ കാലത്ത് അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗൾഫിലോ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൽ എവിടെയും കുടുംബത്തിൽ മാത്രമായിട്ട് ഓണം ഒതുങ്ങുന്നില്ല. അത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ വാക്യം അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള ഓണമാണ് ഗൾഫിലും മറ്റുള്ള പ്രവാസ ജീവിതത്തിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിമുഖീകരിക്കുന്നതെന്ന് പറയാം. അത് ഒരു ദിവസം കൊണ്ട് ഒതുങ്ങുന്നില്ല. 1 മാസമോ 2 മാസമോ നീളുന്ന ഓണമാണ് പ്രവാസികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ലിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള. ജാതിമത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്നു എന്ന പ്രത്യേകത ഗൾഫിലും ഓണത്തിനുണ്ട്. ഓണം നാട്ടിലാണെങ്കിൽ എനിക്ക് ഓണം തന്നെയാണ്. പൂക്കള് നിർത്തിട്ട് എന്റെ കൂട്ടുകാരിക്കെല്ലാം കൊടുക്കുക. വീട്ടിലുള്ള ഒരു പ്രാവശ്യം എനിക്ക് ഉമ്മാന്റെ അടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ടമുളകില്ലേ, അതിന്റെ പൂവൊക്കെ എടുത്തത് കൊണ്ട് കൊടുത്ത് അതെപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ പോകും. ജയശ്രീ നടന്നൊരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് പറിച്ച് ഉമ്മാന്റെ അടി കിട്ടി. പിന്നെ ഉമ്മ വീട്ടിൽ നമ്മളെ മുൻവശത്ത് കുറ്റിയാടി ഭാഗത്ത് ആ നാദാപുരം വഴിക്ക് നമ്മള് മുസ്ലിങ്ങൾ അധികം പൂവിടാറില്ല. പക്ഷെ മുൻവശത്ത് ഒരു ദിവസവും പൂവിട്ടതിന് ഉമ്മാന്റെ തല്ല് കിട്ടി. പിന്നെ ഉപ്പാന്റെ സമത്തോടെ ബാക്ക് സൈഡിലോട്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ഓർമ്മിക്കുമ്പോൾ സങ്കടം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ആരും അതൊന്നും ഓർക്കുന്നത് ഒരു സത്യമുണ്ട് അതിന് കഴിയും. കുട്ടിക്കാലം മുതലൊക്കെ നമ്മൾ പൂക്കളമിടുകയും ഓണം. പിന്നെ അത് മാത്രമല്ല, എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ആഘോഷം. അന്ന് മാവേലി വരുന്നതിന് നമ്മൾ മുത്തശ്ശിമാരുടെ കഥകൾ കേട്ട് വളരുന്ന കാലം. അതെന്നും ആഘോഷം തന്നെയാണ് ഓണം.
നമ്മുടെ മാവേലി വരുന്നത് സമ്പൽ സമൃദ്ധമായ ഒരു ഓണം. അത് നമ്മളെന്നും കുട്ടിക്കാലം തൊട്ട് കേട്ടുവരുന്നത്. പല ഹാർവസ്റ്റ് നമ്മൾ ആഘോഷിക്കുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയുള്ള അത് ഫുഡായിട്ടായാലും പലവിധ കറികളും 10, 17, 20 കൂട്ടം കറികളോളം മാക്സിമം നമ്മൾ ഉണ്ടാക്കി കൊച്ചുനാളില് ഇലയിൽ ഊണ് കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പിന്നെ ആഘോഷമായിട്ടുള്ള ഊഞ്ഞാലാടുകയും അത്തപ്പൂക്കളം ഇടുകയും ചെയ്യുന്ന ഒരു ഓണം. അത് തന്നെയാണ് ഓണത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ളത്. ഓണത്തിന് കുറെ പൂക്കളൊക്കെ വെക്കും, പിന്നെ ബോട്ട് റേസ് ഒക്കെ ഉണ്ട്, പിന്നെ ഓണത്തിനെല്ലാവരും അടിച്ചു പൊളിക്കും. പഴയ തലമുറയ്ക്ക് ഓണം വലിയ ഓർമ്മകൾ സമ്മാനിക്കുമ്പോൾ ഇന്നത്തെ തലമുറ അതിനെ നോക്കിക്കാണുന്നത് വെറും ആഘോഷമായാണ്. തന്റെ ഓണ ഓർമ്മകൾ മാവേലിയുമായി പങ്കുവയ്ക്കുകയാണ് അഭിനേത്രി കൂടിയായ ഐശ്വര്യ മുരളി. എന്റെ ഓണം മെമ്മറീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഇൻ ഖത്തർ, സിറ്റുവേഷൻ ഇൻ ഖത്തർ. കാരണം ഞാൻ നാട്ടിലായ അധികമൊന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോഴും എല്ലാവരും, അത് ഏത് റിലീജിയന്റെ ആളായാലും, ഇതൊരു ഇൻ റെസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, എല്ലാവരും ഒരുമിച്ച് ഞങ്ങളെ വീട്ടിൽ സദ്യ ഉണ്ടാക്കും. അപ്പോ സദ്യ കഴിക്കും, എല്ലാവരും ഒരുമിച്ചിരുന്ന് പൂക്കളിടും. സോ ദിസ് ഇസ് മൈ കോൺസെപ്റ്റ് ഓഫ് ഓണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രിങ്ങിങ് people of different places or religion or caste, whatever, it is together. So it is a celebration. It is one of, I think it is my most celebrations or most favorite ആയിട്ടുള്ള celebration ആണ് ഓണം. ഞാൻ ഒരു 4 lines ഓണം പാട്ട് പാടാം. ഓണമായോണമായോണമിന്നിത്തിന്നക്കരക്കാവിലെ ഓണക്കിളി ചിങ്ങമിന്നിത്തിയെന്നോണവില്ല് ഓണക്കോടിയുണ്ടേ ഇന്ന് വെണ്ണിലാവ്. ഓണമായോണമായി ഓണമിന്നിത്തിയൻ അക്കരെ കാവിലെ ഓണക്കിളി ഓണക്കിളി. ദോഹയിൽ പല സംഘടനകളും വ്യക്തികളും മാവേലിയെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. ഓണത്തിന്റെ ഓർമ്മകൾ തങ്ങളിൽ ഉണർത്തിയതിന് മാവേലിക്ക് അവർ നന്ദി പ്രകാശിപ്പിച്ചു. മാവേലി അവർക്ക് ഒരു പ്രതീകമാണ്, തങ്ങളുടെ പഴയ തലമുറയിലെങ്കിലും സത്യവും നീതിയും ഉണ്ടായിരുന്നു എന്ന വിശ്വാസത്തിന്റെ പ്രതീകം. സ്വീകരണങ്ങളോടെ മാവേലി തന്റെ ഗൾഫ് പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇനി പതിറ്റാണ്ടുകളായി ഗൾഫിൽ ജോലി ചെയ്ത പ്രവാസികളുമായുള്ള സംവാദത്തിനായി ഒരു യാത്ര.